ഒരു വാർത്ത വായിച്ചു. വെള്ളിയാഴ്ച ദിവസം പടച്ചവനെ ജുമഅയ്ക്ക് വേണ്ടി ഇമാമ് കയറി നിൽക്കുമ്പോ പ്രസംഗിക്കാൻ കയറി നിന്ന പടച്ചവനെ അവിടുത്തെ ഇമാമ് പറയുകയാണ്, വിശപ്പ് കാരണം എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്നില്ല. വിശപ്പ് കാരണം എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ദാഹം കാരണം നിങ്ങൾക്കത് കേൾക്കാനും കഴിയുന്നില്ല. നമുക്ക് നമസ്കരിക്കാമെന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന വാർത്തകളാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതാ ലോകം വല്ലാത്ത ഒരു കാഴ്ച കാണാൻ പോവുകയാണ്. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചു പോകുന്ന ഒരവസ്ഥ, പിഞ്ചു കുട്ടികൾ വീണ് മരിച്ചു പോവുകയാണ്. പടച്ചവനെ, ഓരോ കുഞ്ഞുങ്ങളുടെ രൂപം കാണുമ്പോ ഫേസ്ബുക്കിലും പടച്ചവനെ മൊബൈലുകളിലേക്ക് അതാ ഫലസ്തീന ജനതയിലെ പിഞ്ചുമക്കളുടെ എല്ലും തോലുമുള്ള ശരീരം കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതാണ് അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതാണ് അവിടുന്ന് ഒരു മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഏതാ പട്ടിണി മരണമാണ് ലോകം കാണാൻ പോകുന്നത്. ഇനി പട്ടിണി മരണം ലോകം ഇന്ന് വരെ കാണാത്ത പട്ടിണി മരണമാണ് ഗാസയിൽ ഇനി ലോകം കാണാൻ പോകുന്നതെന്ന് വിളിച്ചു പറയുമ്പോ അതാ ഉബൈദ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല. അവിടെ ആ മനുഷ്യൻ പറയുകയാണ്, ഈ ജനതയുടെ ഈ പ്രതിസന്ധിയിൽ തിരിഞ്ഞു നോക്കാത്ത ഒറ്റ മുസ്ലിമിനെയും അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. പടച്ചവൻ നിങ്ങളെ പിടിച്ചു നിർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അസ്സലാമലൈക്കും. എല്ലാവരും റാത്തല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോത്തിന്. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം. ഷെയറാക്കണം. സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദമുണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലൈക്കൺ ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും.